إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരാകുന്ന നമുക്കൊക്കെ ദുനിയാവിൽ നൽകുന്ന വലിയ രണ്ട് നിഅമത്തുകളാണ് സമ്പത്തും അതുപോലെ സന്താനങ്ങളും. ദുനിയാവിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന അല്ലാഹു തആല ധാരാളം നിഅമത്തുകൾ ചെയ്യുന്നുണ്ട്. ആ നിഅമത്തുകളിൽ പ്രധാനമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അവന്റെ സമ്പത്ത്, അവന്റെ സ്വത്ത്, അതുപോലെ അവന്റെ സന്താനങ്ങളും. ദുനിയാവിന്റെ അലങ്കാരങ്ങൾ എന്നാണ് അതിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യന്റെ സന്താനങ്ങൾ, അവന്റെ സമ്പത്തുകളൊക്കെ ദുനിയാവിൽ മനുഷ്യന്റെ അലങ്കാരങ്ങൾ എന്നതാണ് അല്ലാഹു തആല അതിനെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരായത്താണ്. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് നോക്കൂ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സ്വത്തും സന്താനങ്ങളുമൊക്കെ ദുന്യവി ജീവിതത്തിലെ അലങ്കാരങ്ങളും ഭംഗികളും ഒക്കെയാണ്. എന്നാൽ സ്വത്തും സമ്പത്തുമൊക്കെ ദുനിയാവിൽ നിങ്ങൾക്ക് അലങ്കരിക്കാനും നിങ്ങൾക്ക് ആവേശം ഉൾക്കൊള്ളാനുമൊക്കെ ഉള്ളതാണെങ്കിലും വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈർ, എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണമായത്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബ വ ഖൈറുൻ അമല. റബ്ബിന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിക്കാൻ ഏറ്റവും ഖൈറായതും പ്രതീക്ഷയ്ക്ക് ഏറ്റവും ഉത്തമമായതുമൊക്കെ എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന്
വിശുദ്ധ ഖുർആൻ ആ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൽ സമ്പത്തുണ്ടാവുക, സന്താനങ്ങൾ ഉണ്ടാവുക എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടുന്നതാവണം, അതൊരിക്കലും ദ്രോഹമാകരുത്. എങ്കിലാണ് അത് അലങ്കാരമായിട്ട് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. മനുഷ്യന്റെ സ്വത്ത് അവന്റെ അലങ്കാരമാകുന്നു, അതുപോലെ അവന്റെ സന്താനങ്ങൾ അവനിക്ക് അലങ്കാരമാവുന്നു. ഇതൊക്കെ ആവണമെങ്കിൽ ആ സ്വത്തും ആ സന്താനങ്ങളുമൊക്കെ അവന് ഉപകാരപ്പെടുന്ന രൂപത്തിലാവണം, മറിച്ച് അവന് ദോഷകരമായ രൂപത്തിലാവരുത്. അങ്ങനെ സ്വത്തും സമ്പത്തുമൊക്കെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിലാണ് അതിനെക്കുറിച്ചൊക്കെ അലങ്കാരം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അതൊന്നും സംഭവിക്കാതെ മറിച്ച് തിന്മയിലേക്കാണ് ഒരു മനുഷ്യനെ അവന്റെ സ്വത്തും സന്താനങ്ങളുമൊക്കെ നയിക്കുന്നത് എങ്കിൽ അത് അലങ്കാരത്തിന് പകരം അത് അവനിക്ക് തീരാ നഷ്ടത്തിനും കാരണമാകും. അതുകൊണ്ടാണ് വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ആയത്താണ്. അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങളെ ജോലിയാക്കി കളയാൻ പാടില്ല. അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളുമൊന്നും നിങ്ങളെ ജോലിയാക്കി കളയരുത്. അൻ ദിക്രില്ല, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും ദീനിനെ കുറിച്ച് ചിന്തിക്കാനുമുള്ള സമയത്തിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അതൊരിക്കലും നിങ്ങളെ ജോലിയാക്കി കളയരുത്. അങ്ങനെ ജോലിയാക്കി കളഞ്ഞാൽ വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, ആരെങ്കിലും അങ്ങനെയുള്ള രൂപത്തിൽ തിരിഞ്ഞുപോയിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ നഷ്ടം സംഭവിക്കുന്ന ആളുകളായിരിക്കുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ സ്വത്തും സന്താനങ്ങളും അലങ്കാരമാണ് എന്നതോടൊപ്പം അതൊക്കെ പലപ്പോഴും ദോഷകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അലങ്കാരമാണ് സ്വത്തും സന്താനങ്ങളുമൊക്കെ അലങ്കാരമാണ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ ഫിത്നയുമാണ്, അഥവാ പരീക്ഷണങ്ങൾക്കുള്ള ഒരു മാർഗവുമാണ്. അഥവാ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ആ സ്വത്തും സന്താനങ്ങളുമൊക്കെ അലങ്കാരമായി ഒരു മനുഷ്യന് മാറുകയുള്ളൂ. മറിച്ച് ആ സ്വത്തിലും സന്താനത്തിലുമൊക്കെ പരാജയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാണ് എന്ന് ചോദിച്ചാൽ, ആ സ്വത്തും സന്താനങ്ങളുമൊക്കെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആളുകളാണ് എങ്കിൽ അവരൊക്കെ പരാജിതരായി പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നാം ആലോചിച്ചു നോക്കൂ, സമ്പത്തിന്റെ പിന്നാലെ കൂടിയിട്ട് ആ രൂപത്തിൽ പരലോകം നഷ്ടപ്പെടുത്തിയ പല ആളുകളെയും നമുക്ക് ഇന്നും ചരിത്രത്തിലുമൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഹദീസുകളിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് നോക്കൂ, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, സത്യമായിട്ടും ദാരിദ്ര്യമല്ല ഞാൻ എന്റെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ആളുകൾ പട്ടിണിയിലാകുമോ, ആളുകൾ ദാരിദ്ര്യത്തിലാകുമോ എന്ന പേടിയല്ല എനിക്കുള്ളത്. മറിച്ച് വലാകിന്നി അഖ്ശാ അൻ തുബ്സത ദുനിയ അലൈക്കും, ഞാൻ കൂടുതലായി പേടിക്കുന്നത് നിങ്ങൾക്ക് ദുനിയാവിൽ വിശാലത കിട്ടുന്ന കാര്യമാണ്. അഥവാ സാമ്പത്തികമായ പുരോഗതികളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കുമ്പോൾ ഏതുപോലെ കമാ ബുസിതത്ത് അലാ മൻ കാന ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ വിശാലത കൈകിട്ടിയിരുന്ന സന്ദർഭമുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോൾ ഫതനാഫസൂഹ കമാ തനാഫസൂഹ, നിങ്ങൾ അതിൽ അതിക്രമിച്ച് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയുണ്ടാകും. ആ മുൻകഴിഞ്ഞ ആളുകളൊക്കെ പിന്നാലെ പോയതുപോലെ ഫതുഹ്ലികക്കും കമാ അഹ്ലക്തുഹും, അങ്ങനെയെങ്കിൽ അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അവരെയൊക്കെ ആ രൂപത്തിലാണ്, ദുന്യാവിന്റെ പിന്നാലെ തന്നെ പോയി, പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ദുന്യാവായി പോയി. അതുകൊണ്ടാണ് അവരൊക്കെ നാശത്തിലാകപ്പെട്ടത്. ആ ഒരു രൂപം നിങ്ങൾക്കും വന്നു ചേരുമോ എന്നുള്ള പേടിയാണ് എനിക്കുള്ളത്. അല്ലാതെ നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലല്ല ഞാൻ കൂടുതൽ പേടിക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് ദുന്യാവിൽ സാമ്പത്തികമായ പുരോഗതി കിട്ടുമ്പോൾ നിങ്ങൾ ദീനീ രംഗത്തിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നൊക്കെ നിങ്ങൾ കൊഴിഞ്ഞു പോകുമോ, നിങ്ങൾ അകന്നു പോകുമോ എന്നുള്ള പേടിയാണ് എനിക്കുള്ളത്. അങ്ങനെ അകന്നു പോകുമ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, ആരെങ്കിലും ആ രൂപത്തിലാണ് പ്രവർത്തിച്ചത് എങ്കിൽ
അതൊക്കെ അവർക്ക് നഷ്ടത്തിലായിരിക്കാനേ സാധ്യതയുള്ളൂ, നഷ്ടത്തിലായിരിക്കാനേ അവർക്ക് അതുകൊണ്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ചരിത്രത്തിലൊക്കെ നമ്മൾ കേട്ടതാണ് കാറൂൻ എന്ന മുതലാളിയുടെ അവസ്ഥയെക്കുറിച്ച്. ധാരാളമായി സമ്പത്ത് നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു കാറൂൻ എന്ന മനുഷ്യൻ. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന അവനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവൻ സമ്പത്ത് കുന്നുകൂടിയ സമയത്ത് അല്പമൊക്കെ ദീനുമായി ബന്ധമുണ്ടായിരുന്ന ആദ്യ കാലഘട്ടമൊക്കെ അവൻ മറന്നുപോയി. എന്നിട്ട് സമ്പത്ത് കുന്നുകൂടിയ സമയത്ത് അവൻ ധിക്കാരിയും അഹങ്കാരിയുമായപ്പോൾ ആളുകൾ അവനോട് പറയാൻ തുടങ്ങി. വിശുദ്ധ ഖുർആൻ അത് പറയുന്നത് കാണാം. ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. കാറൂനെ, നീ പരിധി വിട്ട് അഹങ്കരിച്ചു പോവരുത്. അങ്ങനെ പരിധി വിട്ട് സന്തോഷിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നീ ദുന്യാവിൽ ജീവിക്കരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അങ്ങനെ പരിധിട്ട് അഹങ്കരിക്കുന്ന ആളുകളെ ഒന്നും അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ആ കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവണം. നീ ഇല്ലായ്മയിൽ നിന്നാണ് വന്നത്. നീ ഇപ്പോൾ ദുന്യാവിന്റെ അലങ്കാരത്തിന്റെ അങ്ങേയറ്റം നീ എത്തിയിട്ടുണ്ടെങ്കിലും നീ വന്ന വഴി ഒരിക്കലും നീ മറന്നു പോവരുത്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നീ പരലോകത്ത് ഓർത്തുകൊണ്ട് പ്രവർത്തിക്കണം. പരലോകത്ത് ആഗ്രഹിച്ചുകൊണ്ടാവണം പരലോകത്തെയാവണം നീ ആഗ്രഹിക്കേണ്ടത്. നിനക്ക് അല്ലാഹു തആല ധാരാളം സമ്പത്തുകൾ നൽകി. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നിന്റെ സമ്പത്തുകളൊക്കെ നീ കൈകാര്യം ചെയ്യേണ്ടത്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്ക് കിട്ടിയ നസീബ് നീ ഒരിക്കലും മറന്നുപോകരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് ധാരാളമായി ഗുണങ്ങൾ ദുനിയാവിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അല്ലാഹു തആല നിനക്ക് ഗുണം ചെയ്തു എങ്കിൽ നീ ആളുകൾക്കും അതേ രൂപത്തിൽ ഗുണം ചെയ്ത് ആളുകളോട് നല്ല രൂപത്തിലൊക്കെ പ്രവർത്തിക്കൂ എന്ന് അവനോട് ആളുകൾ ഉപദേശം നൽകിയപ്പോൾ അവന്റെ മറുപടി തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠമായി പറഞ്ഞു തരുന്നുണ്ട്. അവന്റെ മറുപടി നോക്കൂ. അവൻ പറയുന്നത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി എന്നാണ്. ഇതൊക്കെ എന്റെ സാമർഥ്യം കൊണ്ടും എന്റെ കഴിവ് കൊണ്ടും കിട്ടിയതാണ്, അതിലൊന്നും നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്നാണ്. പലപ്പോഴും പല ആളുകളുടെ ചിന്ത പോകുന്ന ഒരു രൂപമാണത്. എന്റെ സാമർഥ്യം കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ പരിശ്രമം കൊണ്ടാണ് അത് കിട്ടിയത് എന്നൊക്കെ പല തെറ്റിദ്ധാരണകളും പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ഇതേ രൂപത്തിലാണ് കാറൂൻ മറുപടി പറഞ്ഞതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ അറിവും എന്റെ കഴിവും എന്റെ പരിശ്രമവും ഇതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് അവൻ ധിക്കാരപരമായി സംസാരിച്ചപ്പോൾ അല്ലാഹു തആല അതിന് പ്രതികാരം ചെയ്തത് വിശുദ്ധ ഖുർആൻ നമുക്ക് പാഠമായി പറയുന്നു. അല്ലാഹു തആല അവനെ വെറുതെ വിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു നോക്കൂ. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. അല്ലാഹു തആല പറയുന്നു ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവന്റെ വീടുമടക്കം നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂന, അങ്ങനെ അഹങ്കാരിയായി ജീവിച്ച അവനിക്ക് സഹായത്തിന് ഒരു വിഭാഗത്തെയും അവിടെ കാണാൻ സാധിച്ചില്ല. വമാ കാന മിനൽ മുൻതസിരീൻ, ഒരു സഹായവും അവനിക്ക് കിട്ടിയതുമില്ല. ഈ രൂപത്തിൽ അവനെ നാം തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളെ ഉപമ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായിരിക്കണം സമ്പത്തിലൂടെ നാം ഒക്കെ പ്രവർത്തിക്കുമ്പോൾ, സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ രൂപത്തിലാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണ് നാം സമ്പത്തുകൾ ശേഖരിക്കേണ്ടതും അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായിരിക്കണം ആ സമ്പത്തുകൾ നാം വിനിയോഗിക്കേണ്ടതും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. 4 കാര്യങ്ങളെക്കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിലൊന്നായി പ്രവാചകൻ പറഞ്ഞത് വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു എന്നാണ്. സമ്പത്തിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നും അത് ഏത് രൂപത്തിലാണ് വിനിയോഗിച്ചത് എന്നും അവനോട് ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യത്തിന് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് സമ്പത്തൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ആ രൂപത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആളുകളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇതാണ് സമ്പത്തിന്റെ കാര്യം
അതാണ് വിശുദ്ധ ഖുർആൻ അലങ്കാരമാണ് എന്ന് പറയുന്നത്. അലങ്കാരമാവണമെങ്കിൽ അത് ഇസ്ലാം പറയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിലായിരിക്കണം ആ സാമ്പത്തിക രംഗത്തൊക്കെ നമ്മൾ ഇടപെടേണ്ടത്. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയയാണ് സന്താനങ്ങളും അലങ്കാരമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വളരെയേറെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് സന്താനങ്ങളുടെ കാര്യം. കാലഘട്ടം വളരെ മോശമായത് നമുക്കൊക്കെ അറിയാം. വളരെ മോശമായ ഒരു കാലഘട്ടത്തിലാണ് സമൂഹങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഉമ്മയെ തല്ലിയൊടിക്കുന്ന അല്ലെങ്കിൽ വാപ്പയെ ചവിട്ടി പുറത്താക്കുന്ന മക്കളെയാണ് ഓരോ ദിവസവും പത്രത്തിലും മീഡിയകളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിറ്റ് സ്നേഹം മക്കളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന പ്രായമായ മാതാപിതാക്കൾ, ആ രൂപത്തിലുള്ള സമൂഹമാണ് ഇന്ന് പല നാടുകളിലും പല രൂപങ്ങളിലും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്ത മാതാപിതാക്കൾ, അതുപോലെ വാപ്പയെയും ഉമ്മയെയും ഒന്നും ഒരു വിലയും നിലയും കൽപ്പിക്കാത്ത മക്കൾ, ഈ രൂപത്തിലൊക്കെ മക്കൾ വളർന്നു വരുമ്പോൾ ഇതൊന്നും സീനത്ത് എന്ന പ്രയോഗത്തിൽ പെടുകയില്ല. ഇതൊക്കെ മനുഷ്യന് നഷ്ടം സംഭവിക്കുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുക. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് സന്താനങ്ങളുടെ കാര്യത്തിലും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നമുക്കൊക്കെ പ്രായമാകുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മെ സംരക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മെ തിരിഞ്ഞു നോക്കണമെങ്കിൽ ആ രൂപത്തിലുള്ള ശിക്ഷണങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. ഉമ്മയും വാപ്പയുമാണ് ഒന്നാമത്തെ അധ്യാപകൻ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ ഒന്നാമത്തെ അധ്യാപകൻ ഉമ്മയും വാപ്പയുമാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരൊക്കെ അധ്യാപകരായി വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണങ്ങൾ, വീട്ടുകളിൽ നിന്ന് കിട്ടേണ്ട മര്യാദകളും അദബുകളുമൊക്കെ വീടുകളിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്ന് കിട്ടേണ്ടത് വാപ്പയിൽ നിന്നുമൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വളർത്തിയെങ്കിൽ മാത്രമേ നാളെ മക്കളൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി വളരുകയുള്ളൂ. ഇന്ന് കാലഘട്ടവും സാഹചര്യങ്ങളുമൊക്കെ വളരെ മോശമാണ്. ആരോടാണ് നമ്മുടെ മക്കൾ കൂട്ടുകൂടുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവണം. എന്റെ മകൻ എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളായി പോവരുത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മക്കൾ നമുക്ക് നേരെ തിരിയുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുക. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ മക്കളെ ആ രൂപത്തിൽ വളർത്തിയെടുക്കാനാണ് രക്ഷിതാക്കളാകുന്ന നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. കാരണം സാഹചര്യങ്ങളാണ് പലപ്പോഴും മക്കളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് കലാലയങ്ങളുടെ ചുറ്റുഭാഗമായാലും അതുപോലുള്ള നമ്മുടെ മക്കളൊക്കെ ഇടപെടുന്ന ഏരിയകളായാലും വളരെ മോശകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ ആ രൂപത്തിൽ വളർത്തണമെങ്കിൽ നമ്മളൊക്കെ ആ രൂപത്തിൽ നമുക്ക് ആ വിഷയത്തിലൊക്കെ ഒരു പ്രത്യേകമായ ശ്രദ്ധയും കണ്ണും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ആ നല്ല രൂപത്തിൽ നമ്മളെ മക്കളെ നമുക്കൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സാഹചര്യങ്ങൾ കുട്ടികളെയൊക്കെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ഈ ഭൗതിക ലോകത്തേക്ക് പിറന്നു വരുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ്. പിന്നെ സാഹചര്യങ്ങളാണ് അവനെ ഓരോ രൂപത്തിലും തെറ്റിലും നന്മയിലേക്കുമൊക്കെ മനുഷ്യനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സാഹചര്യങ്ങളാണ് നമ്മളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മക്കൾക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. പരലോകത്തെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് മക്കൾക്ക് നല്ല ബോധം നാം നൽകിക്കൊണ്ടേയിരിക്കണം. അതൊന്നും നൽകാതെ ഒരു ദീനിനെ കുറിച്ച് ഒരു കാര്യങ്ങളും പഠിപ്പിക്കാതെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന ക്ലാസ് നടക്കുമ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ കുട്ടികൾക്ക് ഉപദേശം നൽകാതെ, അല്ലെങ്കിൽ അധ്യാപകരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ പ്രായമുള്ളവരോടൊക്കെ എങ്ങനെ പെരുമാറണം, ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള ക്ലാസുകൾ പല ഭാഗത്തും നടക്കുമ്പോൾ അതിലേക്കൊന്നും നമ്മുടെ മക്കളെ പറഞ്ഞയക്കാതെ നാം ഒരു ഭാഗത്ത് മക്കൾ പോകുന്ന ഭാഗത്ത് പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മക്കൾ വലുതാകുന്ന സമയത്ത് നമ്മുടെ നേരെ തിരിയുമ്പോൾ ആ സമയത്ത് നാം കൈകടിച്ചതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ സമയത്ത് ഖേദിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് സ്വത്തും സമ്പത്തും ഒക്കെ നാം കൈകാര്യം ചെയ്യുന്നതിൽ നാം ശ്രദ്ധ കൊടുക്കുന്നത് പോലെ മക്കളുടെ കാര്യത്തിലും നാം പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കണം. മതപരമായ അറിവുകളൊക്കെ മക്കൾക്ക് വേണ്ട വിധത്തിൽ നമ്മളൊക്കെ നൽകിക്കൊണ്ടേയിരിക്കണം. ഉമ്മയെയും വാപ്പയെയും ഒക്കെ ഉമ്മയും വാപ്പയുമാണെന്ന് കണ്ട് ആദരിക്കാനുള്ള ഒരു മനസ്സ് മക്കളിൽ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ അതുപോലെ സമൂഹത്തിൽ വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കാനും ചെറിയവരോട് കരുണയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാനുമുള്ള ഒരു കഴിവ് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ
മക്കൾ ആ രൂപത്തിൽ വളർന്നു വലുതാകുകയുള്ളൂ. അങ്ങനെ വളർന്നു വലുതാകുന്ന മക്കളാണ് ആ മനുഷ്യനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന മക്കളാവുകയും ചെയ്യുക. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനിക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ കാണാം, ഔവലദുൻ സ്വാലിഹുൻ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മനസ്സറിഞ്ഞുകൊണ്ട് ആ ഉമ്മക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനത്തെ വളർത്തി വലുതാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് പരലോകത്ത് അവന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന വലിയ ഉപകാരമുള്ള ഒരു അമലാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. സ്വത്തും സമ്പത്തും അതുപോലെ സന്താനങ്ങളെയുമൊക്കെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിലാണ് നാം അതിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധ വേണം, മക്കളുടെ കാര്യത്തിലും നമുക്ക് പ്രത്യേകമായ ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി നാം പെരുമാറുമ്പോൾ മാത്രമേ വിശുദ്ധ ഖുർആൻ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യ, സ്വത്തും സന്താനങ്ങളുമൊക്കെ ദുന്യവീ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് എന്ന് പഠിപ്പിച്ച ആ വിഭാഗത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുകയുള്ളൂ. അല്ലാതിരുന്നാൽ രണ്ടാമത്തെ വിഭാഗത്തെയും ഖുർആൻ പരിചയപ്പെടുത്തി, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്തും സന്താനങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഫിത്നയാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തുമൊക്കെ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അല്പമൊക്കെ ചിന്തിക്കാൻ നമ്മളൊക്കെ തയ്യാറായിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ആ സ്വത്തും സമ്പത്തും അതുപോലെ നമ്മുടെ മക്കളുമൊക്കെ നാളെ പരലോകത്തും ഈ ദുന്യാവിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളും ആ രൂപത്തിലുള്ള ആളുകളും ആയിത്തീരുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളൊക്കെ പരമാവധി പണിയെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ നല്ല രൂപത്തിൽ ദീനീ രൂപത്തിൽ സഞ്ചരിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഏത് വിദ്യാഭ്യാസ രൂപത്തിലൂടെ നമ്മളൊക്കെ മുന്നോട്ട് പോയാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ മക്കൾക്ക് നമ്മളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതിന് മക്കൾക്ക് നിരന്തരമായ ഉപദേശങ്ങളൊക്കെ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മളൊക്കെ നൽകിക്കൊണ്ടേയിരിക്കണം. മക്കളെത്ര വലുതായാലും നമ്മുടെ മക്കൾ തന്നെയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ആ മകൻ നന്നാകുമ്പോഴാണ് നമുക്കതിന്റെ ഗുണം കിട്ടുക എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് മക്കൾ എത്ര വലുതായി വന്നാലും തിന്മകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ദോഷകരമായ കാര്യങ്ങൾ മക്കളിൽ കാണുമ്പോൾ, മോനെ ഈ ചെയ്തത് ശരിയല്ല, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. അതിനുവേണ്ടിയാണ് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനിക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമുക്കൊക്കെ ഒരു പാഠമായി കൊണ്ട് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം വലിയ ഉന്നതനായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അദ്ദേഹം മകനെ വിളിക്കുന്ന ആ രൂപം തന്നെ നോക്കൂ. വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്നശ്ശിർക ലദുൽമുൻ അളീം. ഒന്നാമതായി മകനെ വിളിച്ചുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം ആ ഓമനയിലാണ് മകനെ വിളിക്കുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണത്. അഥവാ മക്കളെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു ഉന്മേഷത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ഓമനയോടുകൂടിയാണ് നമ്മളൊക്കെ മക്കളെ വിളിക്കേണ്ടതും. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർ മക്കൾ വിളിച്ചതൊക്കെ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ലുഖ്മാൻ അലൈഹിസ്സലാം വിളിക്കുന്നിടത്ത് കാണാം യാ ബുനയ്യ. യാ ബുനയ്യ എന്ന അറബി വാക്കിന് അർത്ഥം യാ ബുനയ്യ എന്റെ പൊന്നുമോനെ എന്ന അർത്ഥമാണ്, എന്റെ കുഞ്ഞുമകനെ എന്നൊക്കെ പറയും. ഈ രൂപത്തിലുള്ള അർത്ഥത്തിലാണ് പ്രവാചകന്മാരൊക്കെ വിളിക്കുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾ വിളിച്ചെടുത്ത് കാണാം യാ ബുനയ്യ ലാ തഖ്സുസി റുയാക അലാ ഇഖ്വതിക്, മോനെ നീ കണ്ട കഥ മറ്റുള്ളവരോട് നീ പറയാൻ പോവണ്ട. ഇങ്ങനെ മക്കളെ വിളിക്കുമ്പോൾ ആ ഒരു രൂപത്തിൽ വിളിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നിടത്തും വിശുദ്ധ ഖുർആനിൽ കാണാം യാ ബുനയ്യ എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധനം ചെയ്യുന്നത് കാണാം. എന്നതുപോലെ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. മോനെ
നിന്റെ ഭാഗത്തിൽ നിന്ന് ഷിർക്ക് എന്ന പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവരുത്. അത് നമുക്ക് യോജിച്ചതല്ല. ഷിർക്ക് എന്നുള്ളത് അല്ലാഹു തആല ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. അത് വലിയ അക്രമവുമാണ്. അതുകൊണ്ട് മോനെ, നിന്നിൽ നിന്ന് അത് ഉണ്ടാവരുത് എന്ന് ആ പിതാവ് ആ മകനെ വിളിച്ച് ഉപദേശിക്കുന്ന വിശുദ്ധ ഖുർആനിൽ കാണാം. തനിയുമല്ല, ധാരാളം ഉപദേശങ്ങൾ സൂറത്ത് ലുക്മാനിൽ മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ് സ്വലാ, നീ നിസ്കാരം നിലനിർത്തണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധനായി പോവരുത്. റബ്ബിനെ സ്മരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിസ്കാരം എന്നുള്ളത്. അത് നിനക്കുണ്ടായാൽ തന്നെ നീ നന്നാകും. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുന്നവനാവണം മോനെ നീ. വഅ്മുർ ബിൽ മഅറൂഫ്, നൽകാര്യങ്ങൾ ആളുകളോട് കൽപ്പിക്കുക. ആളുകൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ ആ തിന്മയെ വിരോധിക്കുക. നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളോട് കൽപ്പിക്കുക. ഈ ഒരു സ്വഭാവം നിനക്കുണ്ടാവണം മോനെ. വസ്ബിർ അലാ മാ അസാബക്, അങ്ങനെ നീയൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ പരമാവധി നീ ക്ഷമിക്കാൻ തയ്യാറാവണം മോനെ. എല്ലാം നിനക്ക് ഗുണമായിരിക്കണമെന്നില്ല. നാട്ടിൽ നിന്ന് പലപ്പോഴും പല രൂപത്തിലുള്ള പ്രതിസന്ധികളും നേരിട്ടെന്ന് വന്നേക്കാം. ആ സമയത്ത് ഒരല്പമൊക്കെ ക്ഷമിക്കാൻ മോനെ നീ തയ്യാറാവണം. ആ വാപ്പ മകനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതുപോലെ അദ്ദേഹം ഉപദേശിക്കുന്നത് നോക്കൂ. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മോനെ, ആളുകളുടെ നേരെ നീ മുഖം ചുളിക്കരുത്. ആളുകളെ നിസ്സാരമാക്കി, മുഖം ചുളിക്കുക എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുക എന്ന അർത്ഥത്തിലാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ആളുകളുടെ നേരെ നിന്റെ കവിൾ ചെറുതാക്കരുത്. അഥവാ മുഖം ചുളിച്ചുകൊണ്ട് ആളുകളൊക്കെ താഴ്ന്നവരാണ്, ഞാനാണ് മുന്തിയവൻ എന്ന രൂപത്തിൽ ആളുകളുടെ ഇടയിൽ മോനെ നീ പെരുമാറരുത്. വലാ തംശി ഫിൽ അർളി മറഹ, മോനെ, ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നീ നടക്കരുത്. നാമൊക്കെ ഒരു പരിധിവരെ മാത്രമേ ഈ ദുനിയാവിലൊക്കെ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല മോനെ. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കരിക്കുന്ന, ഫഖ്ർ നടിച്ച് നടക്കുന്ന, കിബറരായി നടക്കുന്ന ആളുകളെയൊന്നും അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല മോനെ. അതുകൊണ്ട് നീ അതൊന്നും നിന്റെ ഭാഗത്തിൽ നിന്ന് അതൊന്നും ഉണ്ടാവരുത് എന്ന് ആ വാപ്പ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ? നമ്മളും ഇതുപോലെയൊക്കെ മക്കളോട് ഉപദേശം നടത്തണമെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വിശുദ്ധ ഖുർആൻ കേവലം ചരിത്രം പറഞ്ഞു പോവുകയല്ലാതെ, മറിച്ച് അതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. മക്കളിൽ നിന്ന് തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റ് നന്മയോടുകൂടി ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് അവരോട് നല്ല രൂപത്തിൽ തന്നെ അവരോടത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഈ രൂപത്തിൽ മക്കളെ നാം ഒന്ന് വളർത്തിയെടുത്താൽ ആ മക്കളാണ് സമൂഹത്തിൽ നല്ലവരായി തീരുന്ന മക്കളായി തീരുക. അതുകൊണ്ട് നാമൊക്കെ ആ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുക. മക്കളുടെ കാര്യമെന്ന് പറയുന്നത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സമൂഹത്തിൽ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് സാഹചര്യങ്ങൾ. ആ രൂപത്തിലാണ് നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ ഭാവിയിൽ ആ മക്കളൊക്കെ നമുക്ക് ദോഷമായി വരും എന്നുള്ള ആ ഒരു ബോധം സദാസമയം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പൂർവികരായ പ്രവാചകന്മാരൊക്കെ സാലിഹായ സന്താനങ്ങളെ ലഭിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അള്ളാഹുവിനോട് അവരൊക്കെ പ്രാർത്ഥിച്ചത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സാലിഹായ സന്താനങ്ങളാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. മക്കളെ കൊണ്ട് ദുനിയാവിൽ ഗുണം കിട്ടണം, പരലോകത്തും മക്കളെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടണം. ആ രൂപത്തിലുള്ള മക്കളാക്കി വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ആ മക്കളൊക്കെ അങ്ങനെ ആവുകയുള്ളൂ എന്നത് നമ്മുടെ ഭാഗത്ത് ആ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും കൂട്ടുകുടുംബത്തെയും ഒക്കെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് തൃപ്തിയോടുകൂടി ജീവിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا من موجبات الندامة إنك على كل شيء قدير.
اللهم أحسن عواقبنا في الأمور كلها وأجرنا الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.